റെക്കഗ്നേഷൻ കൊടുക്കാൻ വേണ്ടി ഓൾ NTC ലീഡേഴ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സാർ. ഇതുപോലത്തെ പ്രോഗ്രാമെല്ലാം വന്ന് കേട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയതേ ഉള്ളൂ. ചൂണ്ടൊന്നും നോക്കണ്ട. നാളെ നിങ്ങളും ഇതേപോലെ കയറി വരുമ്പോ മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെയും രജനീകാന്തിന്റെയും നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റിയാ. പേടിയാണ്. എനിവേ, പേര് സൂചിപ്പിച്ചു മുഫീസ് എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയില് തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെയാണ്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ബാംഗ്ലൂർ മൈസൂർ ബിസിനസ് ആയിരുന്നു ഫാദർ കൂടെ. അതിന് മുന്നേ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഫാദർ കൂടെയുള്ള ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിലേക്ക് ബിസിനസ് വന്നത്. അപ്പോൾ ഞാനിത് ശക്തമായിട്ട് ഏറ്റെടുത്തു, തീരുമാനമെടുത്തിട്ട് ഏറ്റെടുത്തു. ഭയങ്കര നെഗറ്റീവായിരുന്നു. ഞാൻ ഏറ്റെടുത്തെങ്കിലും എൻ്റെ കുടുംബക്കാർ ഭയങ്കര നെഗറ്റീവായിരുന്നു. എൻ്റെ ഉപ്പ ഉമ്മ എല്ലാവരും നെഗറ്റീവായിരുന്നു. പോസിറ്റീവ് പറയുന്ന ആരുമില്ല. ഞാൻ വിചാരിച്ചത് ഈ ബിസിനസ്സുമായിട്ട് പോയി കഴിഞ്ഞാൽ എന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നാട്ടുകാര്, അങ്ങനെ എല്ലാവരും എന്നെ അറിയുന്ന ആൾക്കാർ എന്നോട് അത്രയും എന്താ പറയാ, അത്രയും നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഞാൻ പോയി പറഞ്ഞവാട് എന്റെ കൂടെ വരുമെന്ന് വിചാരിച്ചാണ്. നെഗറ്റീവ് അല്ലാതെ മാത്രമല്ല, നാട്ടിലൊക്കെ അവർ പരത്തി ഫീസ് ഒരു സംഭവമായിട്ട് വരുന്നത് ശ്രദ്ധിച്ചോ എന്ന രീതിയിലേക്ക് നാട്ടിൽ പരത്തിയിട്ടൊക്കെ ആയിരുന്നു തുടക്കത്തില് എന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ഈ ബിസിനസിനെ കുറിച്ചിട്ട് ഞാൻ ഈ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും തുടക്കത്തിലെല്ലാം പോകാൻ ഭയങ്കര മടിയനായിരുന്നു. ഇതിനാ ഈ മീറ്റിങ്ങിന് പോകാൻ ചിന്തിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു ബിസിനസിനെ കുറിച്ച് നന്നായിട്ട്. എന്നോട് ലീഡർ പറഞ്ഞു, നീ പഠിച്ചില്ലെങ്കിൽ, ഈ ബിസിനസിനെ കുറിച്ച് നിനക്ക് വലിയ അറിവില്ലെങ്കിൽ ഇതിൽ വിജയിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പുതുതായിട്ട് ബിസിനസ് ഇന്ന് ആദ്യമായിട്ട് കളിക്കുന്ന എത്ര പേരുണ്ട്? സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സംശയമാണ്, ഈ ഇവിടെ തന്നിട്ടുള്ള ഇവിടെ പറയുന്ന ഈ ഹൈപ്പിൽ ഉള്ളത് തന്നെയാണോ? ഈ 2,10,000 ഉള്ളത് തന്നെയാണോ? ഇവർക്കെല്ലാം വരുമാനം കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്നാൽ പലരെയും സംശയമുള്ളിലുണ്ടോ. ഈ സംശയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താണ് സംശയം. ഡിസ്ട്രിബ്യൂട്ടർ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് എത്ര പേരുണ്ടെന്ന് കൈവരിക്കും? ഒരുപാട് പേര്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലുള്ള സംശയം ഉണ്ടാവും, 2,10,000 ഉള്ളത് തന്നെയാണോ? ഇത് എനിക്കുണ്ടായിരുന്നു. ഇത് ക്ലിയർ ആകാൻ ആകെയുള്ള ഒരു വഴി എന്തറിയോ? നമ്മൾ ട്രെയിനിങ് മീറ്റിംഗ് പോവാന്നുള്ളതാണ്. അവിടെ നിന്നല്ലാണ് ഇതിന്റെ അറിവ് കിട്ടാനില്ല. ഇപ്പൊ എക്സാമ്പിൾ എന്താ പറയാൻ കാരണം വെച്ചാൽ, നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് തുടങ്ങി വെക്കുന്ന ബിസിനസ് ആണോ ഇത്? അല്ലല്ലോ. നമ്മുടെ പ്ലസ് ടുയിലോ ഡിഗ്രിയിലോ എവിടെയെങ്കിലും പഠിച്ചുകൊണ്ട് ചെയ്ത ബിസിനസ് ആണോ ഇത്? പഠിച്ചിട്ട് ചെയ്ത ബിസിനസ് ആണോ ഇത്? അല്ല. ആരോ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഈ ബിസിനസ് നമ്മുടെ കയ്യിലേക്ക് തരുന്നു, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രോഗ്രാമില് പിന്നെ നമ്മളെ കൂട്ടി വരുന്നു. ഇന്നൊരു പക്ഷേ വല്ല ചായ കുടിക്കാതെ വല്ല പ്രോഗ്രാം വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് പലരും ഇവിടെ കുട്ടി വന്നിട്ടുണ്ടാവും, അല്ലേ? പലരും ഉണ്ടാവും, സ്വാഭാവികം. അവരങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവം നമുക്ക് വേണ്ടി, അതായത് നിങ്ങളൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ഇവിടെ ഉള്ള എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലേ? അങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ? ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും കോമണായിട്ട് ആഗ്രഹിക്കുന്നതാണ്, എനിക്ക് പൈസ വേണം, രക്ഷപ്പെടണം. ഇവിടെ പ്രത്യേകിച്ച് മലപ്പുറം മണ്ണിൽ ഒരുപാട് കോടീശ്വരന്മാരെ വിത്തിട്ടുണ്ടാക്കുന്ന സ്ഥലം ഇത് മലപ്പുറം എന്ന് പറയുന്നത്. നമ്മളെല്ലാം അങ്ങനെ പറയല്ലേ. അപ്പൊ നമ്മളൊക്കെ അവരൊക്കെ ലൈഫ് കാണുമ്പോൾ അവരെ പോലെയൊക്കെ ആവണം, അവർ ലൈഫ് സ്റ്റൈൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മുടെ ആഗ്രഹം, അതിയായ ആഗ്രഹം ദൈവം കണ്ടിട്ടായിരിക്കും നിങ്ങൾ ആരാണോ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്ത് അഥവാ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്, അവരെ ഒരു മെസ്സഞ്ചർ എന്ന രീതിയിൽ, ഒരു നിമിത്തം എന്ന രീതിയിൽ നിങ്ങളിലേക്ക് അവർ അയച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം അവരോട് നന്ദി പറയും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളിത് പഠിച്ചിട്ടോ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടില്ലാത്ത പാരമ്പര്യം കിട്ടാത്ത ബിസിനസ് ആയതുകൊണ്ടും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് അല്ലാതെ കിട്ടിയ ബിസിനസ് ആയതുകൊണ്ടും നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എന്നാൽ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. എങ്ങനെ 2,10,000 കിട്ടും?
എങ്ങനെ ഇതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും, എന്താണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത്, ഈ കാര്യങ്ങൾ അറിയാൻ ട്രെയിനിങ് മീറ്റിംഗിൽ പോകണം. ഈ കാര്യം എന്നോട് ലീഡർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊന്നും സംബന്ധിച്ചില്ല. പിന്നീട് എനിക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ, മാത്രമല്ല എന്റെ ചുറ്റുമുള്ള എല്ലാവരും നെഗറ്റീവ്, എന്നാൽ എനിക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് സക്സസ് ആയേ പറ്റുള്ളൂ എന്നൊരു തീരുമാനം ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ മെല്ലെ ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ഈ പഠിക്കാതെ ബിസിനസ് വിജയിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ റാങ്കിൽ എത്തുന്നത് വരെ ഓരോ ട്രെയിനിങ്ങും മീറ്റിംഗും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അഥവാ ഇതുപോലുള്ള GDS പ്രോഗ്രാം നിരന്തരം വരുമായിരുന്നു. ഞാനാണെങ്കിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20-ാം വയസ്സിലാണ്. 20-ാം വയസ്സിലാണെങ്കിൽ ഞാൻ എന്റെ അത്യാവശ്യ സ്മാർട്ട്നെസ്സും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. മന്ത്ലി 50,000 നാട്ടിൽ തരാന്ന് പറഞ്ഞു. എന്റെ 20-ാം വയസ്സിൽ മന്ത്ലി നാട്ടിൽ 50,000 തരാം, പാർട്ട്ണർഷിപ്പ് തരാം, ഗൾഫിലേക്ക് പോകാൻ 1.5 ലക്ഷം സ്റ്റാർട്ടിങ് തരാം, പല ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ 7 വർഷത്തില് ഇത് ചെയ്യണോ വേണ്ടേ, മുന്നോട്ട് പോവോ ഇല്ലയോ, തുടക്കകാലങ്ങളിൽ ഇത് മുന്നോട്ട് പോവോ ഇല്ലെങ്കിൽ ഒരുപാട് തവണ നിങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഓരോ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും പോകുമ്പോഴും ഇതിൽ സക്സസ് ആയ ആൾക്കാരുടെ കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇനിയുള്ള കാലത്ത് ഒരു ബിസിനസ് വിജയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. ഇനിയുള്ള കാലത്ത് ഒരു കൂലിപ്പണി എടുത്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. കാരണം 1000-2000 ചെലവുള്ള കാലം. ഇത് ഞാൻ കൺമുന്നിൽ നിന്ന് എന്റെ കുടുംബത്തിലുള്ള ആൾക്കാരെ ലൈഫിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ബിസിനസ്സിലൂടെ എന്റെ ലൈഫ് എവിടെ എത്തിക്കാൻ കഴിയുന്നുള്ള ഒരു വലിയൊരു വിശ്വാസം എനിക്ക് ബിസിനസ്സിലൂടെ കിട്ടിയപ്പോഴും ലീഡർമാർ ഓരോ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ നിന്ന് അത് കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ തീരുമാനമെടുത്തു, ഇനി എന്റെ ലൈഫിൽ ഒരു സക്സസ് പോയിന്റിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത് മൈലേജിലൂടെ ആയിരിക്കും എന്നുള്ളത് തീരുമാനമെടുത്തു. ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ 1350 രൂപ എന്നോട് എല്ലാവരും പറഞ്ഞു, മോനെ ഇതിൽ നിന്ന് വരുമാനം കിട്ടൂല, കമ്പനി വരുമാനം തരില്ല എന്ന് പറഞ്ഞപ്പോൾ 1350 രൂപ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം. ഇത് നടക്കാണ്ട് ഇത് കച്ചവടം നടത്തി കഴിഞ്ഞാൽ, കമ്പനി പറയുന്ന പോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലൂടെ വരുമാനം കിട്ടുന്നുള്ള കാര്യം എനിക്ക് കൺഫേമായി. അതിനുശേഷം ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി, നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൂടുതലുള്ള ആൾക്ക് 1000 വാങ്ങിച്ചപ്പോൾ എനിക്ക് 2000 കിട്ടി, അവർക്ക് 2000 വാങ്ങിച്ചപ്പോൾ എനിക്ക് 4000 കിട്ടി. താഴെയുള്ള അല്ലെ കൂടെയുള്ള നമ്മുടെ വിശ്വസിച്ച് വന്നിട്ടുള്ള ആൾക്കാർക്ക് എത്രത്തോളം വരുമാനം വാങ്ങിക്കുന്നു അതിന്റെ ഡബിൾ ഈ ബിസിനസ്സിലൂടെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അത് ഞാൻ ശീലമാക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ ഒരു ബിസിനസ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂടെയുള്ള ആൾക്കാരുടെ സ്വപ്നങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പല സ്വപ്നങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാം. ഇത് മറ്റുള്ള ബിസിനസ്സിലൂടെ പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. നിങ്ങൾക്ക് ഒരാള് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയ ഒരു സ്റ്റാഫ് നിങ്ങൾ വീട് എടുത്തു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പണിയെടുത്തു കൊടുക്കാൻ നോക്കിയാലോ, അവരുടെ ശമ്പളത്തിന്റെ സ്കെയിൽ നിങ്ങൾ കൂട്ടിക്കൊടുത്താലൊന്നും അവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവിടെ പറ്റണമെന്നില്ല. നേരെ മറിച്ച് മൈലേജിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്തായാലും നിങ്ങളൊപ്പമുള്ള ആൾക്കാരുടെ ലൈഫ് നിങ്ങൾ എത്രത്തോളം സക്സസ് ആയി കൊടുക്കുന്നോ നിങ്ങളുടെ ലൈഫും അതിന്റെ ഡബിൾ ആക്കിയിട്ട് ഇവിടെ നിങ്ങൾ ഉയർത്താൻ പറ്റും. ഇത് മനസ്സിലാക്കിയപ്പോൾ കൂടെയുള്ള ആളുടെ വരുമാനത്തിന് നന്നായി ഓടി. അങ്ങനെ കൂടെയുള്ള ആൾ 1 ലക്ഷം രൂപയും 2,10,000 വാങ്ങിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്, മുഫീസ് ഇത് നിന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല, ഇത് നടക്കുന്ന കേസല്ല, ഇത് വലിയ കഴിവും ഭയങ്കര ചക്കമാങ്ങ കുതിര പോകണം, പലരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു, വിദ്യാഭ്യാസം പോകണം, അത് പോകണം, ഇത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നിന്നെ വെച്ചിട്ട് കമ്പനി പൈസ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കലോട് കളിയാക്കി. അതെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്നെ വെച്ച് കമ്പനി പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ രജിസ്റ്റർ ചെയ്ത പോലും കമ്പനി അർത്ഥമുണ്ടാവില്ല. കോടികൾ കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് മൈലേഷ്യൻ മാർക്കറ്റ്. ലക്ഷക്കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള കമ്പനിയാണ് മൈലേഷ്യൻ മാർക്കറ്റ്. ഈ കമ്പനിയിൽ ഞാനും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കമ്പനി ഈവൻ CTC ആയ എന്റെ ഇപ്പോൾ കമ്പനിക്ക് അറിയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കമ്പനിയുടെ വലിപ്പം എന്താണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ആ രീതിയിലുള്ള നെഗറ്റീവ് വന്നപ്പോൾ ഞാൻ കൂടുതൽ മൈൻഡാക്കാൻ നിന്നില്ല. ഞാൻ മുന്നോട്ടങ്ങനെ പോയി. നമ്മള് അധികം നെഗറ്റീവ് കേൾക്കുമ്പോൾ അതിന് ചെവി വെച്ചു കൊടുത്തതിനാൽ പിന്നെ അതായിരിക്കും നമ്മുടെ ജീവിതം. ഞാൻ അതൊക്കെ പിന്നെ മൈൻഡാക്കാതെ നിൽക്കാൻ തുടങ്ങി. ശക്തമായിട്ട് വീണ്ടും ബിസിനസ് ചെയ്തപ്പോൾ ആ 2,10,000 എന്റെ കൂടെയുള്ള ആൾ വാങ്ങിച്ചപ്പോൾ എനിക്കും 2,10,000 ഈ ബിസിനസ്സിലൂടെ വാങ്ങിക്കാൻ പറ്റും. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് എന്റെ കുടുംബക്കാരടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇത് എല്ലാം നിന്നെ കൊണ്ട് നടക്കും, കാരണം നിനക്ക് സാമർത്ഥ്യം കൂടുതലാണെന്ന്. ആദ്യം പറഞ്ഞത് ഇതായിരുന്നില്ല, നെഗറ്റീവ് അറിയാനായിരുന്നു. എന്റെ കുടുംബത്തിലെ 99.9% ആൾക്കാർ നെഗറ്റീവ് അല്ലാണ്ട് പോസിറ്റീവ് പറയുന്ന ആരും എന്റെ ഓർമ്മയിലില്ല. എല്ലാവരും നെഗറ്റീവ് മാത്രം. പക്ഷെ അവർക്ക് ഈ നമ്മുടെ വിജയിച്ച കഥകൾ, നമ്മുടെ വിജയം അവർ കാണുമ്പോൾ, നമ്മൾ ഇതിൽ നിന്നും നടക്കില്ല എന്ന് പറഞ്ഞ സംഭവം നടത്തി കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, ശക്തമായി ബിസിനസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബൈക്കായിട്ടും കാറായിട്ടും പല നേട്ടങ്ങൾ ഈ ബിസിനസ്സിലൂടെ, അതായത് ഈ ബിസിനസ്സിന് ആവശ്യമുള്ള ഓരോ ടൂൾസും ഞാൻ ഈ ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് വാങ്ങിച്ചു. ശക്തമായി ബിസിനസ്സിൽ നല്ല രീതിയിൽ കൂടെയുള്ള ടീമിനൊക്കെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ആ ആഴ്ചയിലുള്ള 2,10,000
ഒരു ക്വാർട്ടർ വരുമാനം അത് 8.5 ലക്ഷം രൂപയോളം വർദ്ധിപ്പിക്കാൻ പറ്റി. ഇത് ഞാൻ പറയുന്നത് എന്റെ 23-ാം വയസ്സിന് നടന്ന കാര്യം പറഞ്ഞത്. 23-ാം വയസ്സ്, ഞാൻ 20-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. 23-ാം വയസ്സിലാണ് ഞാൻ 2 ലക്ഷം വരെ വാങ്ങിച്ചത്. ഇപ്പൊ നിലവിൽ എനിക്ക് 27 വയസ്സാണ്. എന്റെ ഒരു മാസ വരുമാനം 7 ലക്ഷത്തിന് മുകളിൽ വരെ വർദ്ധിപ്പിക്കാൻ പറ്റി. ഞാനൊരു CTC ആണ്, കമ്പനിയുടെ ബ്രാൻഡ് CTC ആണ്. ഒരു ID, രണ്ടാമത്തെ ID ZTC എന്ന റാങ്കിലാണ്. അത് STC എന്ന റാങ്കിലേക്ക് ടച്ചിങ് ആയി കിടക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇപ്പോഴത്തെ എന്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ ID ഓപ്പൺ ചെയ്ത് കാണിച്ചത്. ഇപ്പം നടക്കുന്ന ബിസിനസ് ഞാൻ അറിയുന്നില്ല. ഇതിപ്പോ കേരളത്തില് കാസർഗോഡ് ബിസിനസ് ഉണ്ട്, വയനാട് ബിസിനസ് ഉണ്ട്. ഞാൻ തലശ്ശേരി, കണ്ണൂർ തുടങ്ങിയ ആളാണ്. കാസർഗോഡ് ബിസിനസ് ഉണ്ട്, കണ്ണൂർ, വയനാട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, കൊല്ലം, കോട്ടയം, ട്രിവാൻഡ്രം. കേരളത്തിൽ 14 ജില്ലയിൽ ശരിക്കും ഞാൻ അറിഞ്ഞ മൈലേജിൽ വന്നപ്പോ. ഇപ്പൊ നിലവില് 14 ജില്ലയിൽ ബിസിനസ് ഉണ്ട്, കർണാടകയിൽ ബിസിനസ് ഉണ്ട്, തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട്. ഇത് ഞാൻ അറിയാണ്ട് എന്റെ ബിസിനസ് വേറെ ഏത് സംസ്ഥാനത്ത് പോയെന്ന് അത് ഞാൻ അറിയൂല. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ കമ്പനിയിൽ നിന്നുള്ള സോപ്പും പേസ്റ്റും ഇല്ല അവരുടെ ആവശ്യത്തിനുള്ള സാധനം വാങ്ങിച്ച കൃത്യമായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട്. ഇതാണ് സിസ്റ്റം. കൃത്യമായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഫീൽഡിലൊന്നും ഇല്ല. മാത്രമല്ല എന്റെ പേഴ്സണലായ പല തിരക്കിലും, അതുപോലെ തന്നെ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനൊക്കെ ആയിരുന്നു. ഫംഗ്ഷൻ നടക്കുന്നുണ്ട് എന്റെ കുടുംബത്തിൽ, അതിന് ബാക്കിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയില് അതിന്റെ മുന്നത്തെ ആഴ്ചയിലും കൂടി ഏകദേശം എനിക്ക് 2 ലക്ഷം രൂപ വരുമാനം എന്റെ അക്കൗണ്ടിൽ വന്ന്. അത് എന്റെ പ്രസൻസ് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ പ്രസൻസ് ഇല്ല. ചിന്തിച്ചു നോക്ക്, 27-ാം വയസ്സിൽ ഇത് ഉണ്ടാക്കാന്ന് പറയുന്നത് നഷ്ടമാണ്, ലാഭമാണ്? ഇത് നേട്ടമാണ് ഇല്ലയോ? ഹലോ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എനിക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലേ. 23 കോടിക്ക് മുകളിൽ ബിസിനസ് നടന്നു കഴിഞ്ഞു. എനിക്ക് ഷോപ്പില്ല, ഓഫീസില്ല, സ്റ്റാഫുകളില്ല, ഒരു തലവേദന ആരും കണക്ക് കാണിച്ചു കൊടുക്കണം, ഒന്നുമില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഈ ബിസിനസ് കിട്ടിയപ്പോൾ ഞാൻ പേരും ഡീറ്റെയിൽസ് കൊടുത്തു, ID രജിസ്റ്റർ ചെയ്തു. ഇവിടേക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, ഈ ബിസിനസ് നിങ്ങൾ ആരാണോ കൊണ്ടുവന്നത്, ഫോർ എക്സാമ്പിൾ അവര് ഒരു ബേക്കറി പിടി തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പ് തുടങ്ങി, ഉദ്ഘാടന ചടങ്ങ് സമയത്ത് നിങ്ങളെ വിളിച്ചു. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കൂലേ? ഹലോ, സ്വാഭാവികം വാങ്ങിക്കൂലേ? അല്ല, ഒരു ഉദ്ഘാടനം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കും. സെയിം തിങ്, സെയിം കാര്യം. നിങ്ങളെ കൊണ്ടുവന്ന ആരാണോ, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് MRP ഒന്നും വാങ്ങിക്കണ്ട. നിങ്ങൾ ID, നിങ്ങളുടെ പേരും ഡീറ്റെയിൽ കൊടുത്തതിനാൽ ID ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് തരും. ഒരു ലൈസൻസ് നമ്പർ, പാസ്വേഡ് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും എന്നാൽ തൊട്ട് അപ്പുറമുള്ള ആൾക്കാർക്ക് ഒന്ന് കൊടുത്തു നോക്കാൻ വേണ്ടിയിട്ട്. കാരണം റിസൾട്ടിന്റെ കാര്യത്തിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച ആൾക്കാരൊന്നും കൈമുട്ടിക്കും. പറയണ്ട. അപ്പം ഈ റിസൾട്ട് ഒന്ന് തൊട്ടപ്പുറമുള്ള ആൾക്കാർ ഇത് കൊടുത്തു നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരിൽ നിന്ന് ഒരു കുറച്ച് പ്രോഡക്റ്റ് കമ്പനി നിന്ന് വാങ്ങിക്കും. ID രജിസ്റ്റർ കമ്പനി വാങ്ങിക്കും. നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കും. അവർ നിങ്ങൾ വീട്ടിൽ എത്തിച്ചേരിൽ നിങ്ങൾ പറ്റുമ്പോൾ അവരെ കൂടെ നിങ്ങൾ ഔട്ട്ലെറ്റ് പോയിട്ട് നിങ്ങൾ വാങ്ങിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കസ്റ്റമർ ആവും. ഹലോ, ഞാൻ ചെയ്ത പണി ഇതാണ്. ഞാൻ മൈലേറ്റ്സിൽ ഒരേ സമയം ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഇപ്പൊ കസ്റ്റമർ ലീഡറുമാണ്. ഹലോ, നിങ്ങളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ഒരു കസ്റ്റമർ ആവുക. ഇപ്പം എക്സാമ്പിൾ MA യൂസഫ് അലി, അദ്ദേഹം അല്ലെങ്കിൽ അംബാനി, ഇവരുടെയൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം അവർ വേറെ ഏതെങ്കിലും അനാദി കടയിൽ നിന്ന് വാങ്ങിക്കോ? ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ലേ. ഇപ്പൊ MA യൂസഫ് അലി എന്ന് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മാളുന്നല്ലേ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു. നിങ്ങൾക്ക് ഈ ബിസിനസ് ID രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ ആവുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോഡക്റ്റ് റീറ്റെയിൽ ചെയ്യാം. വേണമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരും റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നാൽ റീറ്റെയിൽ ചെയ്താൽ എഫിഡിയാ മതി. റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 500 രൂപ വെച്ച് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മാസം നിങ്ങൾ 15,000 പ്രോഫിറ്റ് ഉണ്ടാക്കും. ഒരു 5,000 രൂപ നിങ്ങൾ ഒരു 10 മാസത്തേക്ക് ഒരു കൂലി വെക്കുകയാണെങ്കിൽ 50,000 സേവിങ്സ് ആണോ? ഹലോ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ കുറിപ്പരിപാടി ഒന്നും ഇല്ല. ലാസ്റ്റ് പോകുമ്പോൾ കുറിന്റെ ഫോം ഒന്നും ചോദിക്കുന്നത്, അതൊന്നും ഇവിടെ ഇല്ല. ID രജിസ്റ്ററിന്റെ ഫോമേ ഉള്ളൂ. ഞാൻ എക്സാമ്പിൾ പറയാം, മനസ്സിലാകാൻ. 15,000 രൂപ നിങ്ങൾ മാസം പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം, 5,000 രൂപ വെച്ച് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് 50,000 10 മാസം സേവിങ്സ് ആണ്. നിങ്ങൾ ബാക്കി 10,000 വെച്ചിട്ട് നിങ്ങൾക്ക് കറണ്ട് ബില്ല് അടച്ചൂടെ? ഹലോ, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലി ഒഴിവാക്കിയിട്ട് ചെയ്യണം ഞാൻ പറയുന്നില്ല. ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് കൂട്ടാൻ തരും. പഠിച്ച് മനസ്സിലാക്കി എന്തിനു ചെയ്യും. എന്നാൽ ഈ 10-15,000 പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 5,000 ഒന്ന് മാറ്റി വെച്ചു, ബാക്കി 10,000 നിങ്ങളുടെ അടുത്ത് ഉള്ളപ്പോൾ 10,000 രൂപ നിങ്ങൾ വരുമാനം വരുമ്പോൾ
ആ 10,000 കറണ്ട് ബില്ല് അടക്കാം അല്ലെ? ഇതുവരെ എല്ലാ വരുമാനം ഉണ്ടല്ലോ, നിങ്ങൾ തൊഴിൽ ചെയ്യുന്നുണ്ടല്ലോ, കൂലി കിട്ടുന്നുണ്ടല്ലോ, ആ വരുമാനം നിങ്ങളവിടെ വെച്ചിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ യൂസ് ചെയ്യും, മൈലേജ് ചെയ്യുന്നു, കറണ്ട് ബില്ല് അടച്ചൂടെ? ഇന്ന് EMI കാലം അല്ലെ? അനങ്ങിയ EMI പേ ചെയ്തൂടെ? മൈലേജ് റീറ്റെയിൽ പ്രോഫിറ്റ് കൊണ്ട് നഷ്ടമാണോ ലാഭമാണോ? നിങ്ങൾ അത്ഭുതത്തോടൊന്നും കേൾക്കണ്ട, ഇത് വളരെ സിമ്പിളായ കാര്യം പറയുന്നത്. നഷ്ടമാണോ ലാഭമാണോ? ലാഭമല്ലേ? ഒരു അധിക വരുമാനം മൈലേജിൽ നിന്ന് കിട്ടുന്നു, അതിലൂടെ നിങ്ങൾ എത്ര നാളും എന്താണോ തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന, അതിൽ നിന്ന് വലിയൊരു ഭാരമായി കണ്ട സാധനം ഭാരം ഇറക്കി വെക്കുന്നു, മൈലേജിലൂടെ അടക്കം കലാസ്. സോ നിങ്ങൾ വേണം റീറ്റെയിൽ ചെയ്യാം. റീറ്റെയിൽ ചെയ്താൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറിയായിട്ടും അതുപോലെ EMI, നിങ്ങളുടെ കറണ്ട് ബില്ലും നിങ്ങളുടെ ചെലവുകളൊക്കെ നടന്നു പോകും. മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് 2,10,000 കിട്ടുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെ ഉള്ളിൽ ചോദ്യം. അത് മൂന്നാമത്തെ കാര്യത്തിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഈ ബിസിനസ് കൊടുക്കാം. ഹലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ബിസിനസ് കൊടുക്കാം. ഇന്നയാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ, ഇന്നയാൾ കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല, എല്ലാവരും കൊടുക്കാം, കൊടുക്കാതിരിക്കരുത്. അത് എന്തുകൊണ്ടാന്ന് പറയട്ടെ. ഹലോ, ഇവിടെ ഇല്ല എല്ലാവരും? ഈ 2,10,000 കിട്ടാൻ വെരി സിമ്പിൾ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊക്കെ വീട്ടിൽ അലക്കാറില്ലേ? ഇല്ലേ? പാത്രം കഴുകാറില്ലേ? ഇല്ലേ? ഇല്ലേ? നിങ്ങൾ ഉറപ്പൊക്കെണ്ടാന്ന് വെച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുന്നതാണ്. നിർത്തണ നിങ്ങൾ നിർത്താൻ പറയാൻ നിർത്തൂല്ല. കുളിക്കുന്നില്ല എല്ലാരും? അതു യെസ് ഇല്ലേ? പല്ലേക്ക് ഉണ്ടാവില്ല? ഓ ഓക്കെ. പിന്നെ ചുമ പോലുള്ള സാധനം നമുക്ക് സ്വാഭാവികമായിട്ട് വരുമല്ലോ, പൊള്ളല് സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? പല ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതിനുള്ള സാധനങ്ങൾ മൈലേജിലൂടെ അല്ലെങ്കിലും നടത്തുന്നില്ലേ? പുറത്തുനിന്ന് വാങ്ങുന്നില്ലേ അല്ലേ? നിങ്ങൾ ഈ ബിസിനസ് നിങ്ങളുടെ അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ അവരിലേക്ക് ബിസിനസ് എത്തിക്കൂ. അവരിലേക്ക് നിങ്ങൾ ഈ ബിസിനസ് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ആയിട്ട് കാണണ്ട, ഇതിൽ എന്തോ മാജിക് നടക്കുന്നു കാണണ്ട. ഈ 2,10,000 കിട്ടണമെങ്കിൽ എന്തോ വലിയ സംഭവം അങ്ങനൊന്നും ഇല്ല. വെരി സിമ്പിൾ കാര്യമാണ്. ഈ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും അവരിലേക്ക് നിങ്ങൾ ഈ ഐഡിയ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സാധനം വാങ്ങിപ്പോകുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ 2,10,000 വന്നോളും. പല എക്സാമ്പിൾ, അംബാനി യൂസഫ് അലി എങ്ങനെയാ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കുന്നത്? ഈ വഴി തന്നെയല്ലേ? അവർ കസ്റ്റമേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ലേ? അവരവരുടെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് 100 കണക്കിനും 10,000 കണക്കിനും ലക്ഷക്കണക്കിനും കസ്റ്റമേഴ്സിനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെയാണ് എടുക്കുന്നത്. അതിലൂടെ നടക്കുന്നതിന്റെ പലതുള്ള പെരുവെള്ളം തന്നെയാണ് യൂസഫ് അലി ഖാദിന് കിട്ടുന്നത്. സെയിം തിങ് ഇവിടെ. നിങ്ങൾ അറിവിലുള്ളവർക്ക് ബിസിനസ് കൊടുക്കൂ. അവരെ വീട്ടിൽ നമ്മൾ മൈലേജ് ജസ്റ്റ് ചേഞ്ച് ദ ബ്രാൻഡ്. അവരെന്താണ് ഇപ്പം സന്തൂർ ഉപയോഗിക്കുന്നെങ്കിൽ കൊടുക്കും നമ്മുടെ നീമിന്റെ സോപ്പ്. അവർ കോൾഗേറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ കൊടുക്കും നമ്മൾ ഓൺലൈൻ നമ്മുടെ ബേസ്. അവർ ഹാർപിക് ഉപയോഗിക്കുന്നെങ്കിൽ കൊടുക്കും നമ്മുടെ മൈഹോപ്പിന്റെ. എന്താണോ അവര് ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് അവർ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ക്വാളിറ്റി എന്താണെന്ന് പ്രോഡക്റ്റ് കൊടുക്കും, അതിന്റെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. സിമ്പിൾ കാര്യം. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ ബന്ധങ്ങളിലേക്ക് ബിസിനസ് എത്തിക്കും. അങ്ങനെയാണ് ഈ ബിസിനസ് വലിയൊരു ടീം വർക്കിലേക്ക് എത്തുന്നത്. നാലാമത്തെ കാര്യം, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു ലീഡർ ആവണം ഈ ബിസിനസ് സക്സസ് ആവണം. അപ്പൊ നിങ്ങൾ ലീഡർ എന്തോ വലിയ സാധനം ഒരു പണിയില്ല. ഇവിടെ ഏറ്റവും സിമ്പിൾ ലീഡർ ആയ മൈലേജ് പണിയെടുക്കുന്ന ആൾക്കാരൊന്നും കൈവന്നിച്ച് നിങ്ങളെല്ലാം ലീഡറാണ്. നിങ്ങളിപ്പോ എന്നെ വിളിച്ചു കേട്ടില്ലേ എന്തോ വലിയ ലീഡറാണ്? ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരെല്ലാം ലീഡറാണ്. പണിയെടുക്കുന്ന ആൾക്കാർ എല്ലാവരും ലീഡറാണ്. ടീമിന്റെ കൂടെ കുറച്ച് ശക്തമായി പണിയെടുക്കുന്നുണ്ടെങ്കിൽ പവർഫുൾ ലീഡർ എന്ന് വിളിക്കും. ടീമിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പേര് മറ്റേ എനർജറ്റിക് ലീഡർ എന്ന് വിളിക്കും. എല്ലാം പണിയെടുക്കുന്നവരാണോ ലീഡറാ? ഹലോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ലീഡർ ആവാൻ നിങ്ങൾ വലിയ പ്രത്യേക കോഴ്സ് ഒന്നും എടുക്കണ്ട. നിങ്ങളെ ലീഡർമാരില്ലേ